നമസ്കാരം. മലയാള ബാലസാഹിത്യത്തിൽ തിളങ്ങി നിൽക്കുന്ന രചനകളിൽ ഒന്നാണ് മുട്ടത്തുവർക്കിയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും. മലയാളത്തിലെ ജനപ്രിയ എഴുത്തുകാരനായിരുന്ന മുട്ടത്തുവർക്കിയുടെ ലളിതവും സുന്ദരവുമായ ആഖ്യാന രീതി കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആകർഷിക്കുന്നതാണ്. സ്നേഹബന്ധങ്ങളുടെ മഹത്വവും മൂല്യബോധങ്ങളുടെ പ്രാധാന്യവും മനസ്സിലാക്കാൻ ഈ കൃതി സഹായിക്കുന്നു. അച്ഛനും അമ്മയും മരണപ്പെട്ട ലില്ലിയും ബേബിയും സഹോദരങ്ങളായിരുന്നു. ബേബിയാണ് ലില്ലിയേക്കാൾ മൂത്തത്. അവർ താമസിക്കുന്നതോ ദുഷ്ടയും ക്രൂരയുമായ പേരമ്മയ്ക്കൊപ്പം. അവരെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിക്കും. പോരാത്തതിന് മർദ്ദിക്കുകയും ചെയ്യും. ലില്ലിക്ക് ആകെ ഒരു ഉടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിലോ പിഞ്ഞിക്കീറിയതും. ഒരു ദിവസം നല്ല മഴയുള്ള സമയമാണ് കഥ ആരംഭിക്കുന്നത്. അവരുടെ അടുത്ത് കുടയില്ലായിരുന്നു. കൃതിയുടെ പേര് പോലെ തന്നെയാണ് കുടയ്ക്ക് ഈ കഥയിൽ വലിയൊരു സ്ഥാനമുണ്ട്. കഥാഗതിയെ നിയന്ത്രിക്കുന്നത് പോലും പലപ്പോഴും കുടയാണ്. അങ്ങനെ ആ മഴയത്ത് കുടയില്ലാത്ത തൻ്റെ കുഞ്ഞു പെങ്ങൾ ലില്ലിയോട് അപ്പുറത്തെ പൂമംഗലം വീട്ടിലെ ഗ്രേസിയുടെ കുടയിൽ വന്നോളാൻ പറഞ്ഞ് ബേബി മഴയത്തോടി. എന്നാൽ അഹങ്കാരിയായ ഗ്രേസി ലില്ലിയെ തൻ്റെ കുടയിൽ കയറ്റിയില്ല. അങ്ങനെ ചളിയിൽ വീണ് ചോരയൊലിപ്പിച്ച് നനഞ്ഞു കുളിച്ച് ലില്ലി ക്ലാസ്സിലെത്തിയപ്പോൾ കുട്ടികൾ കളിയാക്കി ചിരിച്ചു. പോരാത്തതിന് അധ്യാപികയാണെങ്കിൽ അവളെ ക്ലാസ്സിൽ കയറ്റിയുമില്ല. ഈ നടന്നതിനെല്ലാം പകരം വീട്ടാനായി ബേബി ഗ്രേസിയുടെ നെറ്റിക്കിട്ട് കല്ലുകൊണ്ട് ഒരേറ് കൊടുത്തു. ഒരുപാട് ചോരയൊഴുകി. ഇത് കണ്ട് ഭയന്ന ബേബി ഓടിമറഞ്ഞു. രാത്രിയായപ്പോൾ തിരികെ വന്ന് പേരമ്മയുടെ കണ്ണിൽ പെടാതെ അവൻ തൻ്റെ കുഞ്ഞു പെങ്ങളെ കണ്ടു. പേരമ്മയുടെ അടികൊണ്ട് വേദനയെടുത്ത് കരയുന്ന ലില്ലിയെ അവൻ സമാധാനിപ്പിച്ചു. ഒരു കുടയുമായവൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ് നാട് വിട്ടു. പിന്നീട് പട്ടണത്തിലെത്തിയ ബേബി ഒരു ജോലി കണ്ടുപിടിക്കുകയും അങ്ങനെ കുട വാങ്ങാനായി പൈസ സ്വരൂപിക്കാനും തുടങ്ങി. ബസ് സ്റ്റാൻഡിൽ ചുമടെടുക്കലായിരുന്നു അവൻ്റെ ജോലി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു സ്ത്രീയുടെ പേഴ്സ് അവൻ്റെ അടുത്ത് വീണു. ആ സ്ത്രീ അതറിഞ്ഞില്ല. അവൻ അതെടുത്ത് പോക്കറ്റിലിട്ടു. ദൂരെ പോയി എണ്ണി നോക്കി. ഒരു കുട വാങ്ങാനുള്ളതിലും അധികം കാശ് അതിലുണ്ട്. എന്നാൽ ബസ് സ്റ്റാൻഡിൽ തിരിച്ചെത്തിയ ബേബിക്ക് ആ സ്ത്രീ കരയുന്നത് സഹിക്കാനായില്ല. അവൻ്റെ മനസ്സലിഞ്ഞു. അവനത് അവർക്ക് കൊടുത്തു. ആ സ്ത്രീ പ്രത്യുപകാരമായിട്ട് ഒരണ അവന് നൽകി. അങ്ങനെ സ്വരൂപിച്ച വെച്ച് കാശ് ഒരു കുട വാങ്ങാനുള്ള അത്രയായി. പെട്ടെന്നത് കാണാതായി. യഥാർത്ഥത്തിൽ അത് അവനൊപ്പം തന്നെ സ്റ്റാൻഡിലുണ്ടായിരുന്ന മറ്റൊരു കുട്ടി മോഷ്ടിച്ചതാണ് എന്ന് അവന് മനസ്സിലായി. എന്നാൽ മറ്റു കുട്ടികൾ ആരും തന്നെ ബേബിയുടെ വാദം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവനെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവൻ ആ ജോലി ഉപേക്ഷിച്ചു. ഇതിനിടെ പീഡനം സഹിക്കവയ്യാതായപ്പോൾ ലില്ലി വീടുപേക്ഷിച്ചു. വഴിയിൽ വെച്ച് ഒരു കാറ് വരുന്നത് കണ്ട് അത് തൻ്റെ ഇച്ചാച്ചനാണെന്ന് കരുതി അവൾ ആ വണ്ടിക്ക് പിറകെ ഓടി. ആ കാറിലുണ്ടായിരുന്നത് ഡോക്ടർ ജോണും കുടുംബവും ആയിരുന്നു. അവരവളെ മകളായി സ്വീകരിച്ചു. കൂടാതെ ബേബിയെ കണ്ടുകിട്ടാനായി പത്രപരസ്യം നൽകി. എന്നാൽ ഹോട്ടലിൽ പണി ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ കോലം ആകെ മാറിപ്പോയിരുന്നു. കൂടെങ്കിലോ പേര് പറഞ്ഞത് ബാലനെന്നും. ഒടുവിൽ ഹോട്ടൽ ഉടമ അവനെ പറഞ്ഞുവിട്ടു. കരഞ്ഞുകൊണ്ടു നിന്ന അവനെ പണ്ടവൻ സഹായിച്ച ആ സ്ത്രീ കൂട്ടിക്കൊണ്ടുപോയി. സൗദാമിനി എന്നായിരുന്നു അവരുടെ പേര്. ചെറിയ ജോലി ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് സൗദാമിനിയുടെ വിവാഹം കഴിയുന്നതും ബേബി വീണ്ടും തനിച്ചാവുന്നതും. ലില്ലി ആവട്ടെ പഠനത്തിലും ഡാൻസിലും എല്ലാത്തിലും മിടുക്കുകാട്ടി ആഡംബരത്തോടെയുള്ള ജീവിതം നയിച്ചു. എങ്കിലും ഒരു നൊമ്പരം ബാക്കിയായിരുന്നു. ഡോക്ടർ ജോണും ഭാര്യയും നല്ലവരായിരുന്നു. ബേബിയെ പിന്നീട് ഒരു ദിവസം സൗദാമിനി ഒപ്പം കൊണ്ടുപോയി. സൗദാമിനി തൻ്റെ മരിച്ചുപോയ സഹോദരൻ അപ്പുക്കുട്ടനെയാണ് ബേബിയിൽ കണ്ടത്. അവനാവട്ടെ അവിടെ ഒരു വേലക്കാരനെ പോലെ കഴിഞ്ഞു. ലില്ലിയെയും ഡോക്ടറുടെ മകളായ മോളിയെയും സംഗീതം പഠിപ്പിച്ചിരുന്നത് സൗദാമിനിയായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് പ്രദർശനം കാണാൻ ബേബി പോയത്. അന്ന് ലില്ലിയോട് സാദൃശ്യമുള്ള ഒരു കുട്ടിയെ അവൻ കണ്ടു. പിറ്റേന്ന് ആ കാർ പോയ ദിശയിൽ അവൻ പോയി നോക്കി. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ സമയം സൗദാമിനിയുടെ വീട് കൊള്ളയടിക്കപ്പെട്ടു. ബേബിക്കുമേൽ സംശയത്തിൻ്റെ കരിനിഴൽ വീണു. തുടർന്ന് അവൻ്റെ പേര് ബാലനല്ല എന്നുകൂടി വെളിവായപ്പോൾ ആ സംശയത്തിന് ആക്കം കൂടി.
ആ ദിശയിൽ പോയ ബേബിയെ സൗദാമിനി പിന്നീട് കാണുന്നു. അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. രാത്രിയോടടുക്കാറായപ്പോൾ ഇടിയും മഴയും കനത്തു. സൗദാമിനിക്ക് ഭയമേറി. താമസിക്കാൻ ഒരിടം പോലുമില്ലാതെ ഈ മഴയത്ത് അവൻ എന്തു ചെയ്യും? പിറ്റേന്ന് രാവിലെ കോലായിൽ അവശനായി ബേബി കിടക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ ജോൺ അവനെ ചികിത്സിക്കുന്നു. അപ്പോഴാണ് ആ കാർ അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സിനിമ കാണാൻ പോയ ദിവസം ഡോക്ടറും ഭാര്യയും മക്കളായ ജോയിയും മോളിയും ഒപ്പം ലില്ലിയും ആ കാറിലായിരുന്നു പോയത്. ലില്ലി തൻ്റെ ലില്ലിയാണെന്ന് അവൻ പറഞ്ഞപ്പോൾ സൗദാമിനി അവനെ വഴക്കു പറഞ്ഞു. ലില്ലി നാട്ടിലില്ലെന്ന കാര്യം അധ്യാപകൻ വഴി ഗോപി അയച്ച കത്തിലൂടെ അവർ നേരത്തെ അറിഞ്ഞിരുന്നു. ഇപ്പോൾ ഇതുകൂടിയായപ്പോൾ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് സൗദാമിനി നെയ്യപ്പം പൊതിഞ്ഞ പേപ്പറിലെ ലുക്കൗട്ട് നോട്ടീസ് ശ്രദ്ധിക്കുന്നത്. അതിലെ വിശദീകരണങ്ങൾ വായിച്ച സൗദാമിനി ഡോക്ടറുടെ വീട്ടിൽ ചെന്ന് ലില്ലിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. സത്യം മനസ്സിലാക്കി. അങ്ങനെ അവർ രണ്ടുപേരും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി. വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു. ബേബി ഡോക്ടർ ബേബിയായി. അവൻ ഡോക്ടർ ജോണിൻ്റെ മകൾ മോളിയെ വിവാഹം ചെയ്തു. ഡോക്ടർ ജോൺ മരിച്ചുപോയി. ആ ഇടയ്ക്കാണ് അതിസാഹസികമായ ഒരു ശസ്ത്രക്രിയ വഴി ബേബി ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തുന്നത്. ആ യുവതിയും ഭർത്താവും പണവുമായി അവനെ കാണാൻ വന്നു. എന്നാൽ അവൻ ആ പണം നിരസിച്ചു. പകരം ഒരു കുഞ്ഞു കുടയാണ് അവൻ ആവശ്യപ്പെട്ടത്. വൈകിട്ട് അത് കൊണ്ടുവരാനും പറഞ്ഞു. ആ കുട ലില്ലി വന്നപ്പോൾ ആ യുവതിയുടെ കയ്യിൽ നിന്നും ബേബി ലില്ലിക്ക് സമ്മാനിച്ചു. എല്ലാവരും അന്തം വിട്ടു നിന്നു. ഇതെന്ത് കിറുക്കെന്ന് കരുതി. അത് ഒരു മധുര പ്രതികാരം ആയിരുന്നു എന്നവരാരും അറിഞ്ഞിരുന്നില്ല. ആ യുവതി മറ്റാരുമായിരുന്നില്ല, ആ പഴയ അഹങ്കാരിയായ ഗ്രേസിയായിരുന്നു. ബേബി നാട് വിടാൻ കാരണമായ ലില്ലിയുടെയും ബേബിയുടെയും ജീവിതമാകെ മാറ്റിമറിച്ച സംഭവങ്ങളുടെ എല്ലാം തുടക്കക്കാരി. ലില്ലിയുടെയും ജോയിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. കല്യാണ ദിനം ധർമ്മം കൊടുത്തു. ആ ധർമ്മം വാങ്ങിയ ഭിക്ഷക്കാരിൽ ഒരുവൾ അവരുടെ പേരമ്മയായിരുന്നു. അതെ, ആ പഴയ ദുഷ്ടയും ക്രൂരയുമായ പേരമ്മ. എന്നാൽ രണ്ടു കൂട്ടർക്കും തമ്മിൽ മനസ്സിലായില്ല എന്ന് മാത്രം. ഇത്രയുമായി കഥ അവസാനിക്കുകയാണ്. ലളിതമായ ഭാഷയിൽ ഏതൊരാൾക്കും മനസ്സിലാകുന്ന തരത്തിൽ ലളിതമായൊരു ഇതിവൃത്തത്തെ അടിസ്ഥാനമാക്കി രചിച്ചിരിക്കുന്ന മനോഹരമായ കൃതിയാണ് ഒരു കുടയും കുഞ്ഞുപെങ്ങളും. ഗഹനമായ വായനയൊന്നും പുസ്തകത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. തുടക്കക്കാർക്കും വലിയ വായനക്കാർക്കും ഏതു പ്രായക്കാർക്കും ഇഷ്ടമാവുന്ന തരമൊരു പുസ്തകമാണിത്. എല്ലാവരും പുസ്തകം വായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.